മലപ്പുറത്ത് 2 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ അച്ഛൻ മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയർന്നതിനാലാണ് ഫായിസിനെ മുൻകരുതൽ എന്ന നിലയിൽ കസ്റ്റഡിയിലെടുത്തത് എന്നുമാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂയെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് ഫായിസ് മകളായ ഫാത്തിമയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അമ്മയുടെയും ബന്ധുക്കളുടെയും ആരോപണം. ബോധരഹിതയായ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്ന് പറഞ്ഞാണ് പിതാവ് ആശുപത്രിയിൽ എത്തിച്ചത്. ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പോലീസ് ഫായിസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുള്ളൂ എന്നും ബന്ധുക്കളുടെ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അബോധാവസ്ഥയിലായ 2 വയസ്സുകാരിയുമായി പിതാവ് ആശുപത്രിയിലെത്തുന്നത്. തുടർന്ന് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്നാണ് ഡോക്ടർമാരോട് പിതാവ് പറഞ്ഞത്. എന്നാൽ കുട്ടിയെ പരിശോധിച്ചപ്പോൾ മരണം സംഭവിച്ചെന്ന് വ്യക്തമായി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. കുട്ടിയെ വീട്ടിൽ വെച്ച പിതാവ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കുട്ടിയുടെ അമ്മയും ബന്ധുക്കളും ആരോപിച്ചത്. മുൻപ് ഫായിസിനെതിരായി ഭാര്യ നൽകിയ പരാതി ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്ന് ഒരു ബന്ധു പറയുന്നുണ്ട്. ഫോണിൽ വിളിച്ചപ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കുട്ടി മരിച്ചുവെന്നാണ് ഫായിസ് പറഞ്ഞതെന്നും കുട്ടിയുടെ അമ്മുമ്മ പറയുന്നുണ്ട്. കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. മകളുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ കൊന്നത്. കുട്ടിയെ കൊല്ലുമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. കട്ടിലിൽ എറിഞ്ഞും ശ്വാസം മുട്ടിച്ചുമാണ് കുട്ടിയെ കൊന്നത്. അവൻ്റെ വീട്ടുകാർ നോക്കി നിൽക്കുകയാണ് സംഭവമെന്നും അമ്മുമ്മ പറയുന്നുണ്ട്. കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നതായി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട്. ഒന്നല്ല 2 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.